നമുക്ക് എല്ലായ്പ്പോഴും ആവശ്യമായിട്ട് വരുന്ന ഒരു ഫംഗ്ഷനാണ് PDF-ന് ഗൂഗിൾ ഡോക്കിലേക്ക് അല്ലെങ്കിൽ PDF-ന് ഷീറ്റിലേക്ക് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. നമ്മൾ അതിന് മിക്കപ്പോഴും അവലംബിക്കുന്ന രീതി എന്താ വെച്ചാൽ ഗൂഗിളിൽ ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള ടൂളുകളോ ഫംഗ്ഷൻസോ ഉണ്ടോ എന്ന് നോക്കും. പക്ഷെ മിക്കപ്പോഴും അത് വിജയിക്കാറില്ല. നമ്മൾ അതിന് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കേണ്ട ടൂളാണ് അഡോബിൻ്റെ അക്രോബാറ്റ് എന്നുള്ള ടൂള്. അഡോബിൻ്റെ അക്രോബാറ്റിൽ ഈ PDF ടു വേർഡ്, PDF ടു പവർ പോയിന്റ്, PDF ടു ഷീറ്റ് മാത്രമല്ല അനേകം ഫീച്ചേഴ്സ് AI ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അനേകം ഫീച്ചേഴ്സ് റീസെൻ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അഡോബ് അക്രോബാറ്റിൻ്റെ A to Z കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ അഡോബ് എന്ന് സെർച്ച് ചെയ്തിട്ട് അഡോബിൻ്റെ ഹോം പേജ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മുകളിലായിട്ട് അഡോബ് അക്രോബാറ്റ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് അഡോബ് അക്രോബാറ്റ്. അപ്പോൾ അഡോബ് അക്രോബാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ, ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററികൾ കാണിക്കും. നമ്മൾ റീസെൻ്റ് ആയിട്ട് ചെയ്ത കാര്യങ്ങൾ നമുക്കിവിടെ കാണിച്ചു തരും. ഇനി ഇവിടെ ഓൾ ടൂൾസ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അഡോബ് അക്രോബാറ്റിൻ്റെ എല്ലാ ഫംഗ്ഷൻസും ഇവിടെ കാണാൻ സാധിക്കും. അഡോബ് അക്രോബാറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അഡോബ് റീഡർ, അഡോബ് സ്കാനർ, അഡോബ് അക്രോബാറ്റ് സൈൻ. ഇത് ഏകദേശം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല. റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് AI അസിസ്റ്റൻ്റ് ആണ്. AI അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷന് ഇപ്പം നമ്മൾ ഏത് PDF അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഹെൽപ്പും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും നമുക്ക് AI അസിസ്റ്റൻറ്റുമായിട്ട് ചോദിക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ അഡോബ് അക്രോബാറ്റിലൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ എനിക്ക് വേണ്ട എന്ത് കാര്യങ്ങളും, അതായത് ഇപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ നിങ്ങൾ എന്തെങ്കിലും ലോ എന്തെങ്കിലും വായിക്കണം, അപ്പോൾ ആ സമയത്ത് ആ ഒരു പുസ്തകം അല്ലെങ്കിൽ ആ ഒരു PDF റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻപുട്ടുകളും നിങ്ങൾക്കിത് ഇവിടെ ചോദിക്കാം. അത് സമ്മറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാം, അതിന് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അതും ചോദിക്കാം, ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതായത് ആ PDF റിലേറ്റഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു AI അസിസ്റ്റൻ്റ് വഴി ചോദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് AI അസിസ്റ്റൻറ്റിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ജനറേറ്റ് സമ്മറി ഉണ്ട്. പിന്നെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ജനറേറ്റ് പോഡ്കാസ്റ്റ് എന്നുള്ളതാണ്. ജനറേറ്റ് പോഡ്കാസ്റ്റ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു PDF രണ്ടാളുകൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് പറയുന്ന രീതിയിലോ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ എങ്ങനെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അഡോബ് ഓപ്പൺ ചെയ്തു, പുതിയൊരു ഹോം പേജിൽ ഞാൻ കാണിച്ചു തരാം. അഡോബ് അക്രോബാറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പോഡ്കാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. 1 minute ആയിട്ടില്ല. ദ പോഡ്കാസ്റ്റ്. ഇവിടെ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പോഡ്കാസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ നോർമലി നോട്ട്ബുക്കിലും അതായത് ജെമിനയിലും റീസെൻ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള അത് ഈ ഒരു സ്റ്റൈൽ തന്നെയാണ്. രണ്ടാളുകൾ നമ്മൾക്കത് ക്ലാസ് എടുത്ത് തരുന്ന രീതിയിൽ നമുക്കത് സംസാരിച്ച് തരും. ഒരു നോർമൽ പോഡ്കാസ്റ്റിൻ്റെ അതേ രീതിയിൽ നമുക്ക് ചെയ്തു തരും. അതാണ് ജനറേറ്റ് പോഡ്കാസ്റ്റ് എന്നുള്ളത്. പിന്നെ ക്രിയേറ്റ് സ്റ്റുഡൻറ്റ് സ്പേസ് എന്നുള്ള പുതിയൊരു ഫംഗ്ഷൻ റീസെൻ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഗൂഗിളിൻ്റെ നോട്ട്ബുക്ക് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതേ ഫങ്ഷൻസ് നമ്മൾക്ക് നിലവിൽ അഡോബ് അക്രോബാറ്റിലും അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലാഷ് കാർഡുകൾ, ക്വിസുകൾ, സ്റ്റഡി ഗൈഡുകൾ, മൈൻഡ് മാപ്പ്, സ്റ്റഡി പാക്കറ്റ്, പോഡ്കാസ്റ്റ്, വീഡിയോ സമ്മറി, പ്രസൻറ്റേഷൻസ്, ഇത് മുഴുവനും നമുക്ക് നിലവിൽ അഡോബ് അക്രോബാറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇത് ശരിക്കും ഇതേ സെയിം ഫംഗ്ഷൻ എവിടെയുണ്ട്, നോട്ട്ബുക്ക് LMൽ നമ്മൾക്ക് അവൈലബിൾ ആണ്. ഇവിടുത്തെ ഒരു ചെറിയ നെഗറ്റീവ് എന്ന് വെച്ചാൽ മലയാളത്തിൽ ഇത് നിലവിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ നമ്മൾക്ക് മലയാളികൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഇതും ശരിക്കും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ ഞാൻ അതിന്ന് ജനറേറ്റ് ചെയ്ത ക്വിസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഒന്നുകൂടി ഇത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്, നിർമ്മിക്കുക എന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇവിടെ ക്രിയേറ്റ് സ്റ്റുഡൻറ്റ് സ്പേസ് ക്ലിക്ക് ചെയ്തു. ക്രിയേറ്റ് സ്റ്റുഡൻറ്റ് സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഇനി നമ്മൾ ഏത് ഫയലാണോ അപ്ലോഡ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ തൽക്കാലം ബയോളജീൻ്റെ ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഞാനിവിടെ അപ്ലോഡ് ചെയ്തു, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഓരോന്നും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്ലാഷ് കാർഡ് വേണമെങ്കിൽ ഫ്ലാഷ് കാർഡ് കൊടുക്കാം, വീഡിയോ സമ്മറി വേണമെങ്കിൽ അത് കൊടുക്കാം. ഞാനിവിടെ ക്യൂസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ദി ആർ ബിൽഡിംഗ് എ ക്യൂസ് ഫോർ മീ. അപ്പോൾ നിങ്ങൾക്ക് ക്യൂസുകളൊക്കെ നിർമ്മിക്കണം എന്ന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അഡോബ് അക്രോബാറ്റിൻ്റെ ഈ സ്റ്റുഡൻസ് സ്പേസ് എന്നുള്ള ബീറ്റ വേർഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വി ക്യാൻ സ്റ്റാർട്ട് എ ക്യൂസ്. നമുക്ക് ഓരോന്നും ഇങ്ങനെ ആൻസർ ചെയ്തിട്ട് പോകാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് റിസൾട്ടും കിട്ടും. ഇതിനെ റാൻഡായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ലാസ്റ്റ് നമുക്കിതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അതിൻ്റെ മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ളത്, ലാസ്റ്റ് സ്കൂൾ എന്ന പേരിൽ നമ്മൾ പുതിയൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ AI റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള ചെറിയ ക്രാഷ് കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള ലളിതമായിട്ടുള്ള പല അപ്ഡേറ്റ്സുകളും നമ്മൾ റെഗുലറായിട്ട് അറിയിക്കുന്നുണ്ട്. രണ്ടിൻ്റെയും ലിങ്കുകൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ 9 എണ്ണം സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് ഏതാണ് കറക്റ്റ് ഏതാണ് റോങ് എന്നുള്ളതൊക്കെ കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ വേണമെങ്കിൽ അത്, സ്റ്റഡി പാക്കറ്റ് വേണമെങ്കിൽ, പോഡ്കാസ്റ്റ് വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ സ്റ്റുഡൻസ് സ്പേസിൽ നിലവിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. ഇനി ഈ സ്റ്റുഡൻറ്റ് സ്പേസ് ടൂൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. സ്റ്റഡി ഗൈഡ്, ഫ്ലാഷ് കാർഡ്, ക്യൂസ്, സ്റ്റഡി പോക്കറ്റ് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് അഡോബ് അക്രോബാറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് എഡിറ്റ് എന്നുള്ള ഫംഗ്ഷൻക്ക് വരുമ്പോഴാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു എഡിറ്റ് ടെക്സ്റ്റ്, PDF-ലുള്ള ടെക്സ്റ്റുകൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ, ഇമേജുകൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ, പേജുകൾ ഡിലീറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾക്ക് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇവിടെ തന്നെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അതായത് പേജുകൾ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ, ഫയൽസുകൾ കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പോൾ അഡോബിൽ ഒരുപാട് PDF പേജുകളുണ്ടാവും. അത് നമുക്ക് റീ ഓർഡർ ചെയ്യണമെങ്കിൽ അതിനൊക്കെ നമ്മൾക്ക് ഇവിടെ പറ്റും. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ എല്ലാ ഫംഗ്ഷൻസും ഒറ്റ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ ഒരു ഫയൽ അപ്ലോഡ് ചെയ്തു. ഓക്കെ, ഇത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം ആ ഒരു അപ്ലോഡ് ചെയ്ത ഫയലിന് എൻ്റയർ പേജുകൾ ഇവിടെ കാണിച്ചു തന്നു. ഇനി നമുക്കിതിനെ റീ ഓർഡർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വലിച്ചിട്ടാൽ മതി. എത്ര സിമ്പിളായിട്ടാണ് നമുക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഓരോ പേജ് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് ഡിലീറ്റ് ആകും. പിന്നെ ഇതേപോലെ തന്നെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോന്നും റൊട്ടേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ ചില പേജുകൾ മാത്രം എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അത് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എക്സ്ട്രാക്ട് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഇനി നമുക്ക് ഏതെങ്കിലും പേജ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഇവിടെ ഫംഗ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ അഡോബ് അക്രോബാറ്റിൽ എഡിറ്റ് എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ പെട്ടതാണ് ഇത്. ഓക്കെ, വീണ്ടും നമ്മൾ ബാക്കിയുള്ള ടൂളുകളിലേക്ക് പോകാം. ഓക്കെ, എഡിറ്റ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഇതൊക്കെ ഈ ഫംഗ്ഷൻസ് മുഴുവനും നമുക്ക് അവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നതാണ് കൺവേർട്ട്. PDF ടു വേർഡ്, PDF ടു PPT എന്നുള്ള തുടങ്ങിയ അനേകം ഫംഗ്ഷൻസ് നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ടാകും. PDF ടു Excel. അത് നമുക്ക് ഏതാണോ നമ്മുടെ ആവശ്യം ആ രീതിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ PDF ടു വേർഡ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷനാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഏത് ഫയലാണോ അപ്ലോഡ് ചെയ്യേണ്ടത് അത് ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു ബയോളജിൻ്റെ ടെക്സ്റ്റ് ബുക്കിനെ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഏതിലേക്കാണ് ഇവിടെ വീണ്ടും ചോദിക്കും ഏത് മൈക്രോസോഫ്റ്റ് വേർഡിലേക്കാണോ. മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ തന്നെ 2-3 വേർഷൻ റിച്ച് ടെക്സ്റ്റൊക്കെയാണ്. അപ്പം മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻറ്റ് കൊടുത്തു. ഇനി കൺവേർട്ടഡ് ഡോക്ക് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത PDF-ന് എന്ത് ചെയ്യും, ഇവർ വേർഡ് ഡോക്കിലേക്ക് മാറ്റി തരും. ഇത് ശരിക്കും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ ഇത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അക്യുറേറ്റ് ആയിട്ട് കിട്ടില്ല. ഇപ്പം പ്രത്യേകിച്ച് മലയാളത്തിലുള്ള ഫോണ്ട് ഒക്കെ വരുന്ന PDF-കൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുക ഈ അഡോബ് അക്രോബാറ്റാണ്. ഇവരെന്ത് ചെയ്യും, PDF കൺവേർട്ട് ചെയ്ത് തരും. ചിലപ്പോൾ ഫോണ്ടിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുന്നുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷൻസും ഇവിടെ നമുക്ക് നടക്കും. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ചിലപ്പോൾ ഈ ബിസിനസ് കൺസൾട്ടിങ് സ്ഥാപനങ്ങളിലൊക്കെ ചെയ്യുന്ന കുറേ ആളുകൾക്ക് ഉണ്ടാകും PDF-കൾ ഉണ്ടാകും. അതിനെ Excel-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ അങ്ങനത്തെ പല ആവശ്യങ്ങളുണ്ട്. ഇനി ഇതേ സെയിം കേസ് തന്നെ ഇപ്പം നിങ്ങൾ ഇമേജുകൾ എടുത്തു. ആ ഇമേജുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനെയും നിങ്ങൾക്ക് Excel-ലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ അനേകം ഫീച്ചേഴ്സ് ഇതിൻ്റെ ഈ കൺവേർട്ട് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഇതിനൊക്കെ എന്ത് ചെയ്ത് ഗൂഗിൾ ഡോക്ക് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഫയലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഡൗൺലോഡ് ദിസ് ഫയൽ എന്നുള്ള
ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ അനേകം കാര്യങ്ങൾ നമുക്ക് ഈ കൺവേർട്ട് എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. ഇത് വേർഡിലേക്ക് മാത്രമല്ല, പവർ പോയിന്റിലേക്ക് മാറ്റാം, ഗൂഗിൾ ഷീറ്റിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് PDF ടു PPT, PDF ടു Excel, PDF ടു JPG, ഓക്കെ. പിന്നെ എക്സ്പോർട്ട് എ PDF, വേർഡ് ടു PDF എന്നുള്ള അനേകം ഫങ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റു ഫങ്ഷൻസ് ആണ് കംപ്രസ് എ PDF. അതായത് ഒരുപാട് PDFകൾ കൊടുത്തിട്ട് നമുക്ക് ഒറ്റ PDF ആക്കണമെങ്കിൽ അതിനും നമ്മൾക്ക് ഇവിടെ ഫങ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അഡോബ് അക്രോബാറ്റിൻ്റെ പ്രത്യേകത. അങ്ങനെ അനേകം പ്രത്യേകതകൾ നമുക്ക് അഡോബ് അക്രോബാറ്റിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റിൽ പറയാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അഡോബ് അക്രോബാറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചറും പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.